വിജയ, നമുക്ക് ഈ ബുദ്ധി നേരത്തെ എന്താണ് തോന്നാത്തത്? എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ട് നാഥ. നിന്റെ തമ്മിൽ തല്ലി സ്വഭാവം നിർത്തിക്കോ. ഇത് നിന്റെ കേരളമല്ല, അറബി നാടാ. അറബി നാട്. ആ അവര് CID-മാരായിരുന്നു, മനസ്സിലായോ? ആ, അതിസമർത്ഥന്മാരായ 2 CID-മാർ. നമ്മുടെ രഹസ്യ സിഗ്നൽ പോലും അവർ പിടിച്ചെടുത്തിരിക്കുന്നു. ഞാൻ BCom ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായത്. എടാ, ഞാൻ നിന്നെ പോലെ തുക്കട പ്രീ ഡിഗ്രിക്കാരനല്ല. ഞാൻ BCom ഫസ്റ്റ് ക്ലാസ്സാ, അറിയോ? ഞാൻ BCom ഫസ്റ്റ് ക്ലാസ് പാസ്സായ ഒരാളാണ്. ഞാൻ BCom പാസ്സായിട്ടുണ്ട്, ഫസ്റ്റ് ക്ലാസ്. ഞാൻ ഈ BCom ഫസ്റ്റ് ക്ലാസ് ആണല്ലോ. MCom ഫസ്റ്റ് ക്ലാസ്സുകാരെ ഒരുവിടെ തെണ്ടി നടക്കുക. അത് തന്നെ. പക്ഷെ അത് പിന്നെ അത് MCom ഫസ്റ്റ് ക്ലാസ് അല്ലേ, ഇത് BCom അല്ലേ. ഞാൻ ഈ BCom ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട്. സത്യത്തിൽ നിങ്ങൾ കോളേജിൽ പഠിച്ചിട്ടുണ്ടോ? എന്തേ? അല്ല, ഒരു ആത്മവിശ്വാസം ഇല്ലാത്ത പോലെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടല്ലോ BCom ഫസ്റ്റ് ക്ലാസിന്റെ കാര്യം. അയ്യോ, എന്റെ അച്ഛനാണ് സത്യം. ഞാൻ BCom ഫസ്റ്റ് ക്ലാസ്സാ. വൈശാഖ സന്ധ്യേ നിൻ ചുണ്ടിലെന്തേ അരുമ സഖിതൻ അധര കാന്തിയോ ഓമലേ പറയൂ നീ വിണ്ണിൽ നിന്നും പാറി വന്ന ലാവണ്യം. മീൻകറി നല്ല സ്റ്റൈലായിട്ട് ഉണ്ടാക്കണം. ആ അല്ല, ആരായത്? സിനിമയെ കാണുന്നത് പോലെ തന്നെ ഉണ്ട്. നിങ്ങൾ ആരാണ്? ഞാൻ സീമ ചേച്ചിയുടെ ഒരു ആരാധകനാണ്. അവളുടെ രാവുകൾ ഞാൻ 17 പ്രാവശ്യം കണ്ടു. ഭരണിയില്ല, ഭരണി സ്റ്റുഡിയോ. ട്രെയിനിങ് ഒക്കെ കിട്ടിയിരിക്കുമല്ലോ. ട്രെയിനിങ്ങാ സാർ? ആര്? ഞാനൊരു പാവാ. നോ മോർ എക്സ്ക്യൂസസ്. 1 അല്ല 2 പേരെയാണ് തട്ടേണ്ടത്, അതും അതിസമർത്ഥന്മാരായ 2. 150 വരെ, 150 വരെ, 150. 2 ബെഡ്റൂം, പൂന്തോട്ടം, കാറ് കയറ്റിയിടാനുള്ള സ്ഥലം, ബാത്റൂം അറ്റാച്ച്ഡ്, AC, അതെ. 150 രൂപ വാടക. വാ, പറ്റിയ സ്ഥലമാണ്. രൂപ ഞങ്ങളുടെ വീടിന് 250 180 അല്ലേ? ആയിരുന്നു, ഇപ്പൊ കൂട്ടി. ഓ, വീട്ടിലെ വേറെ ആരൊക്കെ ഉണ്ട്? എന്ത് കുന്തം ഉപയോഗിച്ചാലും വേണ്ടില്ല, കുന്തം പറ്റില്ല.
ആരാണ് നിങ്ങൾ? നിങ്ങൾ കാരണം മാനം പോയ ഒരു പാവം പ്രൊഫഷണൽ കില്ലർ. ഏ? ഈ സി ഐ ഡികൾ ചില്ലറക്കാരല്ല, മിനിറ്റ് വെച്ച് വേഷം മാറുകയാണ്. ഇനി എന്തും സംഭവിക്കാം. എന്റെ കർത്താവേ. എടാ ദാസ, ഏതാ ഈ അലവലാതി? ലുക്ക് മാൻ, ഐ ആം നോട്ട് എൻ അലബലാദി. ഐ ആം പവനായി, എ റിയൽ പ്രൊഫഷണൽ കില്ലർ. എന്റെ എവിധന ഞാൻ ആരെയും സമ്മതിക്കില്ല. അയ്യോ സാർ, ഞങ്ങൾ ചെവിതീറ്റക്കാരല്ല. അല്ലേലും ഈ തല്ലിപ്പൊളി കമ്പനിയിലെ ജോലി ഞങ്ങൾക്ക് പ്രശ്നമല്ല. പക്ഷെ ഇന്ന് ഞങ്ങളുടെ ദേഹത്ത് തൊട്ടവനെയൊക്കെ ഇരുട്ടടി അടിച്ചില്ലെങ്കിൽ നോക്കിക്കോ. ഈ കമ്പനി 6 മാസത്തിനകം പൊളിഞ്ഞ് നോറോടെ കല്ല് പറിക്കും. ഇൻകുലാബ് സിന്ദാബാദ്. ഇൻകുലാബ് സിന്ദാബാദ്. ദിവസം എന്ത് ലാഭം വരും? മുഴുവൻ ലാഭം തന്നെയാ. തിരി കഴിഞ്ഞാ പിണ്ണാക്ക്, തിരി പരത്തി കുരു, തിരി തവിട്, ഇത്രയും കൊടുത്താ പിന്നെ പാല് ശറ വറാന്നും പറഞ്ഞ് ഒഴുകുകയായി. ലാഭം കിട്ടുന്ന ഏർപ്പാടാണെങ്കിൽ പശുവോ എരുമയോ എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല. ഈ 10,000-ന് എത്ര പശുക്കളെ കിട്ടും? 25 ലിറ്റർ വീതം കറവുള്ളതല്ലേ, 2 എണ്ണത്തിന് ഞാൻ തരാം. എടാ വിജയ, എന്താടാ ദാസ? എടാ നമുക്കെന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാത്തത്? ഏത് ബുദ്ധി? അല്ല, കണ്ടവന്റെ ഇടിയും തൊഴിയും വാങ്ങി നക്കാപ്പിച്ച ശമ്പളത്തിന് ജോലി ചെയ്യുന്നതിന് പകരം ഇതുപോലെ സ്വയം ബിസിനസ് ചെയ്യാനുള്ള ബുദ്ധി. ദാസ, ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട് മോനെ.